വാൽപ്പാറയിൽ പുലി പിടിച്ച കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. വനം വകുപ്പും പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്താണെങ്കിലും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഏറെ നേരത്തെ തിരച്ചിലുകളാണ് നടന്നിരുന്നത്. ഇക്കാര്യത്തിൽ എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്? ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ആ തെരച്ചിൽ നിഷ്ഫലമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. കുട്ടിയെ കാണാതായ നിമിഷം മുതൽ ജീവനോടെ കുട്ടി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും പക്ഷേ പ്രതീക്ഷയുടെ നേരിയ കിരണങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. കുട്ടിയെ കണ്ടെടുക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ നേരിയ തോതിലാണെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രി വൈകിയും ഇന്ന് അതിരാവിലെയും ഒക്കെയായി തിരച്ചിൽ നടത്തിയത്. പക്ഷേ ആ തിരച്ചിൽ നിഷ്ഫലമായിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചത്. ഈ എസ്റ്റേറ്റിൽ, പച്ചമല എസ്റ്റേറ്റിൽ, അതായത് കുട്ടിയും കുടുംബവും താമസിക്കുന്ന പച്ചമല എസ്റ്റേറ്റിലെ മറ്റൊരു ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കിട്ടിയത്. പുലി കുട്ടിയുടെ കഴുത്തിൽ പിടിച്ച് അതേ തുടർന്ന് മരണമുണ്ടായി എന്നുള്ള നിലയിലാണ്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നില്ല. തമിഴ്നാട് വാൽപ്പാറയിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് നടത്തിയ തെരച്ചിൽ നിഷ്ഫലമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ കാണാതായ സമയം മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചതാണ്. വിവിധ സർക്കാർ വകുപ്പുകളും പ്രദേശവാസികളും ഒക്കെ ചേർന്ന് നടത്തിയ തിരച്ചിൽ പക്ഷേ ഇന്നലെ രാത്രി ഫലമൊന്നും ഉണ്ടായില്ല. കുട്ടിയുടെ ഉടുപ്പ് പുലി പിടിച്ചോണ്ട് പോയ വഴിയിൽ നിന്നും അല്ലെങ്കിൽ ആ തേയിലത്തോട്ടത്തിൽ നിന്നും കിട്ടുകയുണ്ടായി. പക്ഷേ അപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെ തെരച്ചിൽ ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡിൻ്റെയും ഡ്രോൺ തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടന്നത്. വിവിധ വകുപ്പുകൾക്കൊപ്പം നാട്ടുകാരും തേയിലത്തോട്ടത്തിലെ എസ്റ്റേറ്റ് തൊഴിലാളികളും എല്ലാവരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷേ ആ തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കുട്ടിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ആ തെരച്ചിൽ നിഷ്ഫലമായിരിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. തമിഴ്നാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം നമ്മൾ വിവരങ്ങൾ തേടാൻ ശ്രമിക്കുകയാണ്. ഏതായാലും മൃതദേഹം കിട്ടി എന്നുള്ളൊരു അറിയിപ്പാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തുടർ നടപടികളെക്കുറിച്ചും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം നടപടികൾക്ക് വേണ്ടി അതിവേഗം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും തന്നെ. ഈ മൃതദേഹം തേയിലത്തോട്ടത്തിൽ നിന്നായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കോയമ്പത്തൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ആയിരിക്കണം ഒരുപക്ഷെ മൃതദേഹം എത്തിക്കുക. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും ആ ബോഡി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സംഗീത, തീർച്ചയായും വളരെ ദുഃഖകരമായ കാര്യമാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഏത് സമയത്തേക്കായിരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലെവിൻ, അതുമാത്രമല്ല അവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധം, മാത്രമല്ല ആ പുലിയെ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള സെർച്ചിങ്, അതൊക്കെ ഏത് ഘട്ടത്തിലാണ്? സംഗീത, വലിയ പ്രതിഷേധം തന്നെ ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് എസ്റ്റേറ്റ് തൊഴിലാളികൾ, തേയിലത്തോട്ടം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിക്കുന്നത്. സാധാരണ ലയങ്ങളിലും മറ്റും താമസിക്കുന്ന ഈ ആളുകളുടെ ജീവനും സ്വത്തിനുമെല്ലാം വന്യമൃഗങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നു. നിരന്തരം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന പ്രദേശം. അതോടൊപ്പം തന്നെ പല സമയങ്ങളിലായി പുലി പോലുള്ള, കാട്ടുപോത്തുകൾ പോലുള്ള ക്രൂരമൃഗങ്ങളും ജനങ്ങളുടെ സൗര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഒരു കുട്ടിയെ, വീട്ടുമുറ്റത്ത് ഇതേപോലെ തന്നെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി പിടിക്കാൻ എത്തിയതാണ്. പക്ഷെ അന്നത് ഭാഗ്യം കൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇന്ന് ആ സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ഒരു 4 വയസ്സുകാരിക്ക് അന്ത്യം പുലിയുടെ കൈകൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇവിടെ വന്യമൃഗങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം അവർ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്നു. പക്ഷേ തമിഴ്നാട് സർക്കാരും വനംവകുപ്പുമൊക്കെ ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളൊരാക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ജനകീയ പ്രതിഷേധം ശക്തമാക്കി ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുത്ത സാഹചര്യത്തിൽ അതിനോടനുബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം സഹായത്തോടുകൂടി ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ധനസഹായം, കുടുംബത്തിന് ധനസഹായം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ജില്ലാ ഭരണകൂടം ഇതിനോടകം
ഇതിനോടകം തന്നെ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ സ്ഥിരീകരണവും അവിടെ നിന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ദുഃഖകരമായ കാര്യം ആ കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി എന്നുള്ളതാണ്. 11 മണിയോടുകൂടി കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടുണ്ട്. സംയുക്തമായ തെരച്ചിലിൽ വിവിധ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കിട്ടിയത്. അവിടെ നിന്നും പച്ചമല എസ്റ്റേറ്റിൽ നിന്നും ആ മൃതദേഹം തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് എല്ലാവരും തന്നെ. സംഗീത. ശരി ലെവിൻ, എന്താണെങ്കിലും ഒടുവിൽ ആ ദുഃഖകരമായ വാർത്ത വരികയാണ്. ലെവിൻ കെ വിജയനാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.